ഈ ബോൺസായി ചെടികൾ അവരുടെ നാച്ചുറൽ വളർച്ചേനെ മുരടിപ്പിച്ച് ചെറുതാക്കി നിർത്തുക എന്നുള്ള ഒരു വിദ്യയാണെന്നുള്ളത് ആ ആശയത്തിന് അത്ര പ്രസക്തിയില്ല. പക്ഷെ പിന്നീട് ഞാൻ വായിച്ചത് ഈ ചൈനീസ് സന്യാസിമാരൊക്കെ അവർ ഇങ്ങനെ നല്ല മെഡിസിനൽ പ്ലാന്റുകൾ ട്രീസ് അവർക്ക് യാത്രയിൽ, അതായത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവർ യാത്ര ചെയ്യുമ്പോൾ വളരെ ചെറുതാക്കി അതിനെ സൂക്ഷിച്ചുകൊണ്ട് അടുത്ത സ്ഥലത്തെത്തുമ്പോൾ അവർ ഭൂമിയുടെ പല ഭാഗങ്ങളിലും സഞ്ചരിക്കുമ്പോൾ ആ പ്രദേശത്ത് ചെന്ന് വീണ്ടും ഇതിനെ വളർത്തിയെടുത്ത് അതിൻ്റെ ഇലകൾ, തൊലി ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ വായിച്ചപ്പോൾ, അതുകൊണ്ട് മാത്രമല്ല ഇങ്ങനെ നമ്മളുടെ ഇഷ്ടത്തിന് പരുവപ്പെടുത്തിയെടുക്കുന്ന ചെടികളെ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. അപ്പം ഇത് നമ്മൾ ചിലരൊക്കെ ഇത് വെച്ചാൽ മാത്രം അത് കല്ല് അങ്ങനത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ അപ്പം നമുക്കത് നാച്ചുറലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആ ഗ്യാപ്പ്. പിന്നെ എക്സ്പേർട്സ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ, അബ്ദുൽ ഖാദർ സാറൊക്കെ ഇങ്ങനത്തെ മരത്തുമ്മേ അവരെ കത്തി ഇങ്ങോട്ട് കുത്തിയിട്ട് ചെറിയ ഗ്യാപ്പ് ഉണ്ടാക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ തൊലിയൊക്കെ ഇങ്ങനെ പൊളിച്ച് കളഞ്ഞിട്ട് പഴയ മരം പോലെ വളർത്തിയെടുക്കാം. അവർ എക്സ്പേർട്സ് ആണ്, നമുക്കതുപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളുള്ളത് വെച്ചിട്ട് അതിന് പറ്റിയ ഒരു മരമാണ് ഈ പപ്പടച്ചെടി ഇപ്പോൾ ഒക്കെ അധികം കാണാണ്ടായി. പക്ഷേ അതുപോലെ തന്നെ ഈ ഷെഫ്ലോറ ഇതിങ്ങനെ വേണ്ട ഇത് 3 ഇതുകൾ വളർത്തിയിട്ട് ഇതുമെന്നൊരു വേരിങ്ങനെ ഇറങ്ങിയത് നമ്മൾ ഈ സ്ട്രോക്കോടെ ഇറക്കിയിട്ട് ഉണ്ടാക്കിയ വേരാണ് അത്. പിന്നീട് അതൊക്കെ കൂട്ടിക്കെട്ടിയിട്ട് അത് മരം പോലെ തന്നെ ആക്കി. കണ്ട